ഇന്നലത്തെ ഗോവിന്ദ മാഷിന്റെ പ്രതികരണം കേട്ടിരുന്നോ? എന്ത് തോന്നി? ഞാൻ കേട്ടു. നിനക്കെന്ത് തോന്നി? അല്ല, നിലമ്പൂർ പോലൊരു ബൈ ഇലക്ഷന്റെ സമയത്ത് പോലും RSSുമായുള്ള ബന്ധം അഭിമാനപൂർവ്വം പറയുകയാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി. എടാ, അതാണ് അതിൻ്റെ അകത്തുള്ള അവരുടെ ഏറ്റവും വലിയ ട്രിക്ക്. ഇന്ന് പ്രതിപക്ഷ നേതാവ് പൊളിച്ചതും അവരുടെ ആ ട്രിക്കാണ്. പുള്ളി ഇന്ന് ഉപയോഗിച്ച പദം നീ ശ്രദ്ധിച്ച? പ്രണയാർദ്രമായ ഒരു തലോടൽ. വളരെ നല്ല നൈസായിട്ടുള്ളൊരു ഉപയോഗമായിരുന്നു. സംഭവം വളരെ സിമ്പിളാണ്. എന്താണെന്ന് വെച്ചാൽ, സ്വരാജ് മത്സരിക്കുന്നു, ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുന്നു, PV അൻവർ മത്സരിക്കുന്നു, പിന്നെ BJPയുടെ ഒരു കാൻഡിഡേറ്റ് മത്സരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഒരു ന്യൂനപക്ഷ കൺസോളിഡേഷൻ UDFന് അനുകൂലമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും എന്നുള്ളൊരു നിഗമനം CPMനുണ്ട്. BJP അവിടെ മത്സരിപ്പിക്കുന്നത് താരതമ്യേന വളരെ ദുർബലമായ ഒരു സ്ഥാനാർത്ഥിനെയാണ്. ഇപ്പം മാഷ് ലക്ഷ്യം വയ്ക്കുന്ന ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളും RSSൻ്റെ കൂടെയൊക്കെ ഉണ്ടായിരുന്നു, നമ്മളും നിങ്ങളൊക്കെ ഒരുപോലെയാണ്, കോൺഗ്രസിനെ നമുക്കൊന്ന് പരാജയപ്പെടുത്തണം, UDFനെ പരാജയപ്പെടുത്തണം. അതുകൊണ്ട് അവിടുത്തെ ഹിന്ദുക്കളുടെ അടുത്താണ് പുള്ളി പറയുന്നത്, നമുക്ക് സ്വരാജിന് വോട്ട് ചെയ്യേണ്ട, നമ്മൾ തമ്മിൽ വലിയ അകൽച്ചയൊന്നുമില്ല, തൊട്ടുകൂടായ്മയൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾ സ്വരാജിന് വോട്ട് ചെയ്യേണ്ട ഒരു പ്രാധാന്യമുണ്ട് എന്ന് പറയാതെ തന്നെ വളരെ ബുദ്ധിപൂർവ്വം പറയാണ് MP ഗോവിന്ദൻ ചെയ്തത്. അവാർഡ് പ്രഖ്യാപിക്കുന്നത് പോലെ തോന്നിപ്പിച്ച് വർഗീയമായ കാർഡിറക്കാണ് MP ഗോവിന്ദൻ ചെയ്തത്. അതാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യം മുതൽ ഇന്നലെ വരെ CPM അവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഭരണവിരുദ്ധതയെ മറയ്ക്കാൻ വേണ്ടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വർഗീയ കാർഡ് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുക. അതിനാണല്ലോ അവർ ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി ബാന്ധവത്തെ ഇത്രയധികം വർഗീയവൽക്കരിക്കുന്നത്. കാരണം 3 പതിറ്റാണ്ടോളം അവരുടെ ഒപ്പം നിന്നവരാണ്, അവർക്ക് വോട്ട് ചെയ്തവരാണ്. ഇതെല്ലാം അവർക്ക് ബോധ്യത്തിൽ വെച്ചുകൊണ്ട് തന്നെ അവർ ഈ കാർഡ് ഇറക്കി അവിടെ ഒരു വർഗീയ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത്. അത് ഏൽക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയിലാണ് കുറച്ചുകൂടി അതിന് ഒരു ബലം നൽകാൻ വേണ്ടി RSSകാരുടെ അടുത്ത് പറഞ്ഞത്, നമ്മൾ ഒന്നാണ്, പേടിക്കേണ്ട, ഞങ്ങൾക്ക് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം, BJPയുടെ സ്ഥാനാർത്ഥി ദുർബലനാണ്, അതുകൊണ്ട് അവിടെ വോട്ട് കൊടുക്കണ്ട, സ്വരാജിന് ചെയ്യണമെന്നാണ് പറഞ്ഞത്.